ലെബനനിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം. ലെബനനിലെ ഹിസ്ബുള്ള ഓപ്പറേഷൻ സെന്ററുകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തെക്കൻ ലെബനനിലെ ഭൂഗർഭ ബങ്കറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഈ ബങ്കറുകൾക്കുള്ളിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാർ തമ്പടിച്ചിട്ടുണ്ടെന്നും ഇവർ ഇസ്രായേലിന് നേരെ, ഇസ്രായേലി സേനയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണെന്നുമുള്ള രഹസ്യ വിവരം ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചു. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി വ്യോമാക്രമണം ശക്തമാക്കിയത്. ഈ വ്യോമാക്രമണത്തിലാണ് നിരവധി ഹിസ്ബുള്ള ഓപ്പറേഷൻ സെന്ററുകൾ, ഹിസ്ബുള്ള ആയുധ ഫാക്ടറികൾ, ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകൾ തുടങ്ങിയവ നശിച്ച് നാമാവശേഷമായത് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഹിസ്ബുള്ളക്കെതിരെ കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ തുടർച്ചയായി നടക്കുന്ന ഇസ്രായേൽ ആക്രമണമാണ്. തെക്കൻ ലെബനനിലെ നിരവധി പട്ടണങ്ങളും നിരവധി കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു ഡ്രോൺ തലവനെ ഇസ്രായേലി സേന ആക്രമിച്ച് വധിച്ചത്. ഹിസ്ബുള്ള തലവൻ സ്ഥിതി ചെയ്യുന്നു എന്ന് കരുതുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്ക് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയായിരുന്നു, വ്യോമാക്രമണം ഉണ്ടാവുകയായിരുന്നു. ഈ ആക്രമണത്തിലാണ് അല ഹുസൈൻ കർസാനി എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ ഒരു ഡ്രോൺ കമാൻഡർ കൊല്ലപ്പെട്ടത്. ഇതിനു മുൻപ് തന്നെ മറ്റൊരു ആക്രമണം സദേൺ ലെബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേലി സേന നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന 3 ഹിസ്ബുള്ള ഭീകരന്മാർ, ആ ഹിസ്ബുള്ള ഭീകരന്മാർ ഇസ്രായേലിനെതിരെ മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ആ 3 ഹിസ്ബുള്ള ഭീകരന്മാർ സഞ്ചരിച്ചിരുന്ന ആ വാഹനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകുന്നു. ആ വ്യോമാക്രമണത്തിൽ വാഹനം ഛന്ന ഭിന്നമായി തകരുകയാണ്. ഈ ആക്രമണത്തിന്റെ ത്രില്ലിംഗ് വീഡിയോ IDF അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയ്ക്കും ലോകത്താകമാനം വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തന്നെ വ്യക്തമാക്കിയത് അവരുടെ ഡ്രോൺ വിഭാഗം മേധാവിയെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളത്. ഡ്രോൺ വിഭാഗം മേധാവിയുടെ പേര് അല ഹുസൈൻ ഹസ്ബാരി എന്നായിരുന്നു. അല ഹുസൈൻ ഹസ്ബാരി 2023 ഒക്ടോബർ 7 ഇസ്രായേലിനുള്ളിൽ നടത്തിയ ഹമാസിന്റെ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തയാളാണ്. തെക്കൻ ലെബനനിൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹിസ്ബുള്ള കമാൻഡറാണ് അല ഹുസൈൻ. ആ അല ഹുസൈന്റെ വധം ഇപ്പോൾ ഇസ്രായേലി സേന ഏറെക്കുറെ അംഗീകരിച്ചിരിക്കുന്നു. 2024 മെയ് മാസത്തിലാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്ററുകളും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട 1ാം നിര 2ാം നിര നേതാക്കന്മാരും കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേലി ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ വെടിനിർത്തൽ കരാറിലേക്ക് ഹിസ്ബുള്ള എത്തിപ്പെട്ടത്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന 1 വർഷം കഴിയുമ്പോഴും നിരന്തരമായി ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയും 1950-ലധികം തവണ ഇസ്രായേലി സേന ഹിസ്ബുള്ളയെ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഇത് ഇസ്രായേലി സേന നിഷേധിക്കുന്നുമില്ല. പലപ്പോഴും സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലി സേന വ്യക്തമാക്കുന്നത്. തെക്കൻ ലെബനന്റെ വിവിധ മേഖലകളിൽ ഒരു തിരിച്ചുവരവിനുള്ള പരിശ്രമം ഹിസ്ബുള്ള നടത്തുന്നുണ്ട്. ആയുധങ്ങൾ സമാഹരിക്കാൻ, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. സിറിയയിൽ നിന്നും ഇറാനിൽ നിന്നും ആയുധങ്ങൾ കടത്തുകയും അവ പ്രധാനപ്പെട്ട ചില ആയുധ കേന്ദ്രങ്ങളിലേക്ക് സമാഹരിക്കുകയും അവിടെ നിന്ന് ഇസ്രായേലിനെതിരെയുള്ള റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും നടത്താനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇസ്രായേലി സേന തിരിച്ചാക്രമിക്കുന്നത് എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും തിരിച്ചുവരവിനുള്ള എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ തെക്കൻ ലെബനനിലുടനീളം ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്തുന്നത്. ഒരു ഘട്ടത്തിൽ 65 ദിവസം നീണ്ടുന്ന യുദ്ധത്തിനിടയിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാർ, ഹിസ്ബുള്ളയുടെ എല്ലാ ശക്തികളും ഇസ്രായേലി സേന തകർത്തത്. 65 ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ബെയ്റൂട്ടിന് സമീപമുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം, ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള തുടങ്ങി 1ാം നിര 2ാം നിര 3ാം നിര നേതാക്കന്മാരെല്ലാം തന്നെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ വാഗ്ദാനവുമായി, വെടിനിർത്തൽ യാചനയുമായി ഇസ്രായേലിന് മുന്നിൽ ഹിസ്ബുള്ള എത്തിപ്പെട്ടത്. ആ വെടിനിർത്തൽ ഇപ്പോഴും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ലെബനനിലെ
തെക്കൻ ലെബനനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും നേരത്തെ ഹിസ്ബുള്ളയുടെ അധീനതയിലായിരുന്നു. ഈ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങൾ, ഈ പ്രദേശങ്ങളിലെ വീടുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റുകളും മിസൈലുകളും തൊടുത്തുവിട്ടത്. എന്നാൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തെക്കൻ ലെബനനിലെ ഈ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ പടപ്പുറപ്പാടുണ്ടായി. ഈ മേഖലകളിലെ വീടുകളൊക്കെ തന്നെ ഇസ്രായേലി സേന പിടിച്ചെടുത്തു. ഇതിന്റെ മട്ടുപ്പാവുകൾ സൂക്ഷിച്ചിരുന്ന മിസൈൽ ലോഞ്ചറുകളും അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ തന്നെ ഇസ്രായേലി സേന പിടിച്ചെടുത്തു. പിന്നീട് ഇവയൊക്കെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇസ്രായേലി സേന എത്തി. അതിനൊക്കെ പിന്നാലെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പുനരുജ്ജീവനത്തിന് അല്ലെങ്കിൽ പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമം ഹിസ്ബുള്ള ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ചില പരിശ്രമങ്ങളാണ് തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിൽ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തെക്കൻ ലെബനനിലെ ഒരു പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേലി സേന ആക്രമിച്ചിരുന്നു. ഈ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ നിരവധി ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മേഖലയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം. ഈ ആരോപണം ശരിയായിരുന്നു. ഈ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഹമാസിന്റെ ഒരു ട്രെയിനിങ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഇസ്രായേലി സേന കണ്ടെത്തി. ആ ട്രെയിനിങ് ക്യാമ്പ് പൂർണ്ണമായും തന്നെ ഇസ്രായേലി സേന നശിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും കേന്ദ്രങ്ങളിലേക്ക് തെക്കൻ ലെബനനിലുടനീളം ഇസ്രായേലി സേന പുതിയ ആക്രമണങ്ങൾ നടപ്പാക്കുന്നത്. ഹമാസിനെതിരെയുള്ള ആക്രമണത്തിനും യാതൊരു കുറവുമില്ല. ഹമാസിന്റെ ബെയ്ത്ത് ലഹിയയിലും അതുപോലെ തന്നെ ഖാൻ യൂനിസിലും അതുപോലെ ജബാലിയയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും ഇപ്പോഴും ഹമാസിന്റെ ഭൂഗർഭ ബങ്കറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ബങ്കറുകളിലേക്ക് മുഴുവൻ ആക്രമണം നടത്തുമെന്നുമാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടപ്പാക്കുന്ന പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. എന്തായാലും തിരിച്ചു വരവിനുള്ള എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേലി സേന ഇപ്പോൾ തെക്കൻ ലെബനനിലുടനീളം ഹിസ്ബുള്ളക്കെതിരെ നടത്തുന്നത്. ഒരു ഘട്ടത്തിൽ 65 ദിവസം നീണ്ടുന്ന യുദ്ധത്തിനിടയിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവന്മാർ, ഹിസ്ബുള്ളയുടെ എല്ലാ ശക്തികളും ഇസ്രായേലി സേന തകർത്തത്. 65 ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ബെയ്റൂട്ടിന് സമീപമുള്ള ഹിസ്ബുള്ളയുടെ ആസ്ഥാനം, ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള തുടങ്ങി 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കന്മാരെല്ലാം തന്നെ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ വാഗ്ദാനവുമായി, വെടിനിർത്തൽ യാചനയുമായി ഇസ്രായേലിന് മുന്നിൽ ഹിസ്ബുള്ള എത്തിപ്പെട്ടത്. ആ വെടിനിർത്തൽ ഇപ്പോഴും ഇരു രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ തന്നെ ഇസ്രായേലി സേന പിടിച്ചെടുത്തു. പിന്നീട് ഇവയൊക്കെ തന്നെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇസ്രായേലി സേന എത്തി. അതിനൊക്കെ പിന്നാലെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പുനരുജ്ജീവനത്തിന് അല്ലെങ്കിൽ പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമം ഹിസ്ബുള്ള ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ചില പരിശ്രമങ്ങളാണ് തെക്കൻ ലെബനനിലെ വിവിധ മേഖലകളിൽ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തെക്കൻ ലെബനനിലെ ഒരു പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേലി സേന ആക്രമിച്ചിരുന്നു. ഈ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ നിരവധി ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ മേഖലയിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം. ഈ ആരോപണം ശരിയായിരുന്നു. ഈ പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഹമാസിന്റെ ഒരു ട്രെയിനിങ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഇസ്രായേലി സേന കണ്ടെത്തി. ആ ട്രെയിനിങ് ക്യാമ്പ് പൂർണ്ണമായും തന്നെ ഇസ്രായേലി സേന നശിപ്പിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും കേന്ദ്രങ്ങളിലേക്ക് തെക്കൻ ലെബനനിലുടനീളം ഇസ്രായേലി സേന പുതിയ ആക്രമണങ്ങൾ നടപ്പാക്കുന്നത്. ഹമാസിനെതിരെയുള്ള ആക്രമണത്തിനും യാതൊരു കുറവുമില്ല. ഹമാസിന്റെ ബെയ്ത്ത് ലഹിയയിലും അതുപോലെ തന്നെ ഖാൻ യൂനിസിലും അതുപോലെ ജബാലിയയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലും ഇപ്പോഴും ഹമാസിന്റെ ഭൂഗർഭ ബങ്കറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ ബങ്കറുകളിലേക്ക് മുഴുവൻ ആക്രമണം നടത്തുമെന്നുമാണ് ഇസ്രായേലി സേന ഇപ്പോൾ നടപ്പാക്കുന്ന പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ.